ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാവർക്കും സുഖം തന്നെ. നമുക്ക് ഇന്നൊരു വെറൈറ്റി ഉപ്മാവ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ ഉപ്മാവ് കഴിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു രീതിയിലുള്ള ഉപ്മാവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമുക്ക് ഇച്ചിരി പച്ചക്കറികളൊക്കെ ചേർക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ബീൻസ്, സവാള, പിന്നെ എന്താ പറയുന്നത്, കറിവേപ്പില, ക്യാപ്സിക്കം, ഇഞ്ചി, ക്യാരറ്റ്, ഇതൊക്കെ ഓപ്ഷനാണ്, ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ ഞാൻ എടുത്തത് തേങ്ങ, പിന്നെ പച്ചമുളക്, ഇത് എന്താ പറയുന്നത്, ചെറിയ ഉള്ളി, ഈ വറ്റൽമുളക്, ഇത്രയും. ഇനി നമ്മളത് ചെയ്യുന്നതെന്ന് പറയുന്നത്, ആദ്യം ഈ ഒരു ഗ്ലാസ് ഈ നുറുക്ക് ഗോതമ്പല്ലേ, അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ കുക്കറിൽ വെച്ചൊന്ന് വേവിക്കും. ഒറ്റ വിസിലടിച്ചിട്ട് നമ്മളത് നല്ലപോലെ അരിച്ചെടുക്കാം. ഓക്കെ. കുക്കറിൽ വെച്ച് മറ്റേ നമ്മുടെ എന്താ പറയുന്ന നുറുക്ക് ഗോതമ്പ് വേവിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമേ. നല്ലോണം വഴന്ന് വരട്ടെ. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ വഴലാനുള്ള സമയമുള്ളൂ, വഴറ്റാനേ നമ്മുടെ എടുക്കുന്ന സമയമുള്ളൂ. ഇതിൻ്റെ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറും അത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതെല്ലാം കറക്റ്റായി വരും. തേങ്ങ പെട്ടെന്നാവട്ടെ. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മുടെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞ് ഇനി നമ്മൾ കുക്കറി വേവിച്ച് അരിച്ച് വെച്ച് നമ്മുടെ നുറുക്ക് ഗോതമ്പിനകത്തോട് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ കുക്കറി വേവിച്ച് വെച്ച ഈ നുറുക്ക് ഗോതമ്പിനകത്ത് വളരെ ഈസിയാണ് കേട്ടോ. ഇത് ഈ നമ്മുടെ പച്ചക്കറി വഴറ്റുന്ന സമയമുള്ളൂ ഇതിനകത്ത് ഇതായി പോകുന്നത്. ബാക്കി കുക്കറി വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന 1 ഗ്ലാസ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം, 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണെങ്കിൽ അതിൻ്റെ 4 ഗ്ലാസ് വെള്ളം, അത്രയേ ഉള്ളൂ. നല്ലതുപോലെ ഒട്ടും എന്താ പറയുന്നത്, കൊഴിഞ്ഞു പോയിട്ടില്ല ഉണ്ടോ. നല്ലപോലെ ഉപ്പൊക്കെ ചേർത്ത് ഇനി ഞാൻ പച്ചക്കറി ചേർക്കാൻ അത്രയും നമുക്ക് പച്ചക്കറി ഉള്ളിൽ ചിലട്ടെന്ന് വിചാരിച്ചാണ്. പണ്ട് സ്കൂളിലൊക്കെ തരുമ്പം ഈ പച്ചക്കറി ഒന്നും ഇല്ലല്ലോ, ഒരു ജസ്റ്റ് കടുവറുത്ത് ചേർത്തരുള്ളൂ. പഞ്ചസാര ഇട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കറികൾ ചേർത്ത് കഴിക്കാൻ നല്ലതാണ്. വൈകിട്ടത്തെ സപ്പറായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം. ഇളക്കട്ടെ നല്ലപോലെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ രുചികരമായ പല കളർ വെറൈറ്റി ഉള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ്. ഇത് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ്. ഡയബറ്റിക്കുകാർക്കും വണ്ണം കുറയാൻ ആഗ്രഹമുള്ളവർക്കും പിന്നെ ഒക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ഒരു ഫുഡാണ്. പിന്നെ അതൊരു നല്ല ഫൈബർ ഉള്ളതാണ്. നമ്മളെ റവയേക്കാളും നല്ലതാണ് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവ്. ഇച്ചിരി കോസ്റ്റ്ലി ആണെങ്കിലും സംഗതി നല്ല സാധനമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ്. പണ്ട് ഈ സ്കൂളുകളിലൊക്കെ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് ഇത് നൊസ്റ്റാൾജിയ എപ്പോഴും ഇത് കഴിക്കാൻ 4 മണിക്കൊക്കെ. ഇപ്പം അത് ആ രീതിയൊന്നും ഇല്ല, പണ്ടത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം എല്ലാവരും ഇത് ഒന്ന് വെച്ച് നോക്കണം. വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ പച്ചക്കറി വഴറ്റുന്ന സമയമുള്ളൂ. കുക്കറിൽ ഒറ്റ വിസിലടിക്കുക, അത് ഇത് കുഴഞ്ഞു പോവും. നല്ലതുപോലെ വെന്ത് കറക്റ്റ് പാകമായി ഉണ്ട്, വിട്ട് കിടക്കുന്നു. അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കണം. പിന്നെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം, വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.